നമസ്കാരം സുഹൃത്തുക്കളെ, ടോപ്പ് ട്രാവലേഴ്സിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മസനഗുഡി വഴി ഊട്ടി ഈ യാത്രയുടെ വിശേഷങ്ങളായിരിക്കും ഈ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും പോരാ എൻ്റെ കൂടെ ഊട്ടിക്ക്. നമ്മൾ ഊട്ടിയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം, പോരാ. അപ്പോൾ തുടക്കം നമ്മുടെ ജോസിൻ്റെ കൈ കൊണ്ട് ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പോൾ ഞങ്ങളങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. റോഡിലൊക്കെ നല്ല തിരക്കാണ്. നാളെ ഈസ്റ്റർ അല്ലയോ, അപ്പോൾ നല്ല തിരക്കാണ്. അത് കാരണം ഞങ്ങൾ റൂട്ടൊന്ന് മാറ്റി പിടിച്ചിരിക്കുകയാണ്. ഞങ്ങൾ കിഴക്കൻ വഴി MC റോഡ് വഴി വിട്ടു പോകാനുള്ള പരിപാടിയാണ്. കോട്ടയം ഏറ്റുമാനൂർ മൂവാറ്റുപുഴ വഴി അങ്കമാലി ചെന്ന് കയറാമല്ലോ. ഇച്ചിരി ചുറ്റുണ്ട്, ഇച്ചിരി അധികം കിലോമീറ്റർ വരും. എങ്കിലും തിരക്കൊഴിവാക്കാൻ വേണ്ടി ഈസ്റ്റർ അല്ലേ, എറണാകുളം ടൗണിലൊക്കെ നല്ല തിരക്കായിരിക്കും. അത് കാരണം ഞങ്ങൾ റൂട്ടൊന്ന് മാറ്റി പിടിച്ചു. അപ്പോൾ ശരി, കാണാം, കൂടെ പോരും. 3 ദിവസത്തെ ട്രിപ്പാണ്, നിങ്ങൾ കൂടെ തന്നെ കാണണം. നമ്മളെ പകുതി വഴിക്കിട്ടച്ച് പോയി കളയരുത്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ യാത്രാമധ്യേ ഒരു പെട്രോൾ പമ്പ് കേന്ദ്രീകരിച്ച് വണ്ടി നിർത്തി. എല്ലാവർക്കും ബാത്റൂമിലൊക്കെ ഒന്ന് പോകണം. പിന്നെ വണ്ടിക്ക് ഇച്ചിരി ഡീസൽ അടിക്കണം. പിന്നെ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കുന്ന ഉദ്ദേശം അല്ലാതെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഒരു മോൻ്റെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനുണ്ട്. അപ്പോൾ വരുന്ന വഴിക്ക് അവർ കേക്കൊക്കെ വാങ്ങിച്ച് കേക്ക് കട്ട് ചെയ്യാനുള്ളൊരു പരിപാടിയാണ്. കുട്ടികളൊക്കെ വലിയ സന്തോഷത്തിലാണ്. ഇയാളാണ് പിറന്നാളുകാരൻ. ആൾ ഇത്രയും നേരം ഉറക്കത്തിലായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ ദേഷ്യം കാണിക്കുന്നുണ്ട്. വഴിക്കടവിലെത്തിയിരിക്കുകയാണ്. നൈറ്റ് കംപ്ലീറ്റ് ഓട്ടോ ആയിരുന്നു. പിന്നെ നമ്മുടെ പാസഞ്ചേഴ്സ് ഈസ്റ്ററിന് ഉള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ അങ്ങനെ പെരുമ്പാവൂർ പള്ളി കയറി, അതിനുശേഷം പിന്നെ തൃശ്ശൂർ വന്നു, പുത്തമ്പള്ളിയിലൊക്കെ കയറി. അങ്ങനെ ഇപ്പോൾ നൈറ്റൊക്കെ ഓടി നിലമ്പൂർ കഴിഞ്ഞിപ്പോൾ വഴിക്കടവിലെത്തിയതേ ഉള്ളൂ. എല്ലാവരും ഫ്രഷപ്പിന് വേണ്ടി കയറിയതാണ് ഈ ഹോട്ടലിൽ. ഫ്രഷപ്പൊക്കെ കഴിഞ്ഞ് യാത്ര തുടങ്ങുകയാണ്.
നാടുകാണി ചുരത്തിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് പ്രഭാത ഭക്ഷണം. മുതുമല ടൈഗർ റിസർവിലൂടെയുള്ള യാത്രയാണ്. വന്യമൃഗങ്ങളെ കാണാൻ ചാൻസ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഞങ്ങളെ ഇങ്ങോട്ട് കടത്തി വിട്ടില്ലായിരുന്നു ആദ്യം. ഗവർണർ വരുന്നുണ്ട്, അതുകൊണ്ട് സെക്യൂരിറ്റി പ്രോബ്ലം ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കടത്തി വിട്ടില്ലായിരുന്നു. ഒരു മാൻകൂട്ട ആ മരത്തണലിൽ വിശ്രമിക്കുന്നുണ്ട്, കാണുന്നുണ്ടോ? നമ്മളടുത്തൂടെ ഈ മാന് പോയാലും നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റത്തില്ല. ഏകദേശം ഇതെല്ലാം ഒരു കളർ പോലെ തോന്നും. സത്യത്തിൽ ഇതിനൊക്കെ സമ്മതിക്കണം. എന്തൊരു ചൂടാണെന്നറിയാം, ഭയങ്കര ചൂടാ. മസനഗുഡി പോകാൻ വേണ്ടി വന്നതാ. ഇവിടെ ഈ മസനഗുഡി ഏരിയയിലേക്ക് ഗവർണർ വരുന്നുണ്ട്, തമിഴ്നാട് ഗവർണർ. അപ്പോൾ അതിന് വണ്ടിയൊന്നും അങ്ങോട്ട് കടത്തി വിടുന്നില്ല. കർണാടക ഭാഗത്തുനിന്നും കേരള ഭാഗത്തു നിന്നൊക്കെ വരുന്ന വണ്ടികൾ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുക. അപ്പോൾ മിക്കവാറും എനിക്ക് തോന്നുന്നത് മസനഗുഡിക്ക് വണ്ടി വിടത്തില്ലെന്ന്. ഞങ്ങൾ അവിടുന്ന് കയറി വരുമ്പോഴേ പോലീസുകാരൻ ഞങ്ങളോട് പറഞ്ഞായിരുന്നു പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെ നമ്മുടെ വണ്ടിക്കകത്ത് ഒരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു. പുള്ളി ഐഡൻറ്റിറ്റി കാർഡ് കാണിച്ചപ്പോൾ പോയി നോക്കിയിട്ട് വാ സാറേ, വിടുമെന്ന് അറിയത്തില്ല, വിടത്തില്ല, എന്നാലും ഒന്ന് പോയി നോക്കിയിട്ടാന്നുള്ള രീതിയിൽ പുള്ളി പറഞ്ഞു വിട്ടാ. ഞങ്ങളിവിടെ വന്നപ്പം ഭയങ്കര സെക്യൂരിറ്റി, ഇവിടെ വണ്ടി കയറ്റി വിടത്തില്ല. അതൊരു മസനഗുഡി ഏരിയയിലേക്ക് വണ്ടി കയറ്റി വിടത്തില്ല. അങ്ങനെ പുള്ളി അവിടെ നിന്ന് പോലീസുകാർ പറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി തിരിച്ചു പോരാ, പെട്ടെന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അങ്ങ് തിരിച്ച് വിട്ടേക്കാമെന്ന് പറഞ്ഞു. വന്നു അങ്ങനെ തിരിക്കാൻ സ്ഥലം കിട്ടിയില്ല. അങ്ങനെ കുറച്ച് ഞങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ട് വന്നു. കുറച്ച് മുന്നോട്ട് പോയി തിരിച്ചൊക്കെ വന്നപ്പോഴത്തേക്ക് ഇവിടെ മൊത്തം വണ്ടിയെല്ലാം കയറി നിറഞ്ഞ് ഞങ്ങളിവിടെ ബ്ലോക്കാണ്. ഇനിയിപ്പം മസനഗുഡി വഴി പോക്ക് നടക്കാൻ ചാൻസ് കുറവാണ്. ഈ ഗവർണർ എപ്പോഴാണ് പോകുന്നത് അതനുസരിച്ചൊക്കെയല്ലേ ഉള്ളവർ അങ്ങോട്ട് വണ്ടി വിടത്തില്ല. വണ്ടി വിടുകയാണെങ്കിലേ പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇനി ഇവിടുന്ന് നേരെ തിരിച്ച് ഗൂഡല്ലൂർ പോയിട്ട് ഗൂഡല്ലൂരിൽ നിന്ന് ഊട്ടിക്ക് പോകാനേ പറ്റുള്ളൂ. മസനഗുഡി ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ വണ്ടികളൊക്കെ വിടാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഭാഗ്യം പോലെ വണ്ടി മസനഗുഡി ഏരിയയിലേക്ക് വിട്ടു തുടങ്ങിയിട്ടുണ്ട്. ഭാഗ്യം, വണ്ടി കയറ്റി വിട്ടു. കുറച്ചു നേരം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. സാധ്യത ഉണ്ടാകത്തില്ല എന്ന് വിചാരിച്ചതായിരുന്നു. എന്തായാലും ഭാഗ്യത്തിന് വണ്ടി കയറ്റി വിട്ടു. ഒരു പാലം, നല്ല ഇടുങ്ങിയ ചെറിയൊരു പാലം. വണ്ടികളെല്ലാം അവിടെ ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. ഈ പാലം കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ള റോഡ് നല്ല ഒരു വലിയൊരു കയറ്റമാണ്.
ഊട്ടി. കൊടും ചൂട്, ഒരു രക്ഷയില്ല. ഒരു ഡാം കാണാൻ വേണ്ടി പോയേക്കും ആൾക്കാർ. ഞങ്ങളിവിടെ നിലത്ത് പായിട്ടങ്ങ് കിടന്നു. ക്ഷീണമുണ്ട്, നൈറ്റ് കംപ്ലീറ്റ് ഓടി വന്നല്ലേ. ചൂട് ഭയങ്കരം. സാധാരണ ഊട്ടിയിൽ നിന്നൊക്കെ കേൾക്കുമ്പം തന്നെ തണുക്കുന്നതാണ്. ഇത് വണ്ടിയും വിളിച്ച് ഇവിടെ വന്നിട്ട് പോലും നാട്ടിലേക്കാളും തണുപ്പില്ല. ഒരു തീപ്പെട്ടിക്കുള്ളിൽ താഴോട്ടിട്ട് അന്നേരം കത്തിപ്പോകും. അമ്മാതിരി ചൂടാ. കുറഞ്ഞൊരു 10-40 ഡിഗ്രി മേളിലുണ്ടെന്ന് തോന്നുന്നല്ലേ. അതിൽ കൂടുന്നെങ്കിലേ ഉള്ളൂ. മസനഗുഡിയിൽ നിന്ന് മായാറിലേക്കുള്ള റൂട്ടാണിത്. ഇത് ജസ്റ്റ് 10 കിലോമീറ്റർ മായാർ വരെ ഉള്ളൂ. മായാർ ഡാം വരെയുള്ള റോഡാണ്. ഓ, അത് അമ്പലമാണ്. പക്ഷേ അത് രാവിലെയൊക്കെ വരാന്നുണ്ടല്ലോ. ഇവിടെയൊക്കെ നല്ല ഒരുപാട് വന്യമൃഗങ്ങളെ കാണാം. ഒരു മ്ലാവാന്ന് തോന്നുന്നു അതിനകത്ത് ഇപ്പോണ്ട കുറ്റിക്കാട്ടിൽ പോണ്ട്. മ്ലാവ് മാനത് കുറ്റിക്കാട്ടിനകത്തായോണ്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റത്തില്ല. ഓടുന്നുണ്ട് കാട്ടുപോത്ത് ഓടുന്നു. ഇച്ചിരി മുന്നോട്ട് ഓടി. കാട്ടുപോത്ത് ഇച്ചിരി മുന്നോട്ട്. ഓ, പാസ് ചെയ്ത് സ്ഥലം വിട്ടു. ആ, കാട്ടുപോത്ത് ഇത്ര നല്ല ആളൊന്നല്ല. ചെറിയ രീതിയിൽ ആക്രമിക്കുന്ന ആളാണ്. സ്ഥലം വിട്ടു. അല്ലെങ്കിൽ വന്ന് ഇടിക്കും വണ്ടിക്കകത്ത്. അറ്റാക്ക് ചെയ്യും. കാട്ടുപോത്തിന് അങ്ങനെ രണ്ട് മാനുകൾ സൗണ്ട് വെക്കരുത്, വേളം ചെയ്യരുത്. നമ്മള് വണ്ടിയിൽ വേളം വെച്ചാൽ അത് പോകും. അത് വണ്ടിക്കകത്ത് ഇരുന്നല്ലേ ഉള്ളു നമുക്ക്, അത് കുഴപ്പമില്ല. ഒരു മാന റോഡ് സൈഡിൽ നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ വണ്ടി അടുത്തോട്ട് വരുമ്പോഴത്തേക്ക് പോകും. അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ രണ്ടെണ്ണം നിൽക്കുന്നുണ്ട്. അങ്ങനെ മസനഗുഡിയിൽ നിന്ന് ഏതാണ്ട് 10 കിലോമീറ്റർ വെള്ളമുണ്ട്. 10 കിലോമീറ്റർ ഉണ്ട് മായാർ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് വീടുകളൊന്നുമില്ല. ഇത് ഈ മായാർ എന്ന് പറയുന്ന ഗ്രാമവും മസനഗുഡിയുടെ ഇടയ്ക്ക് വേറെ ജനവാസ കേന്ദ്രമൊന്നുമല്ല. അതൊരു ചെറിയ കാടാണ്, കുറ്റിക്കാട്. മാനിനെയും കാട്ടുപോത്ത്, കരടി ഇങ്ങനെയൊക്കെയുള്ള വന്യജീവികളെയൊക്കെ കാണാൻ കഴിയുന്ന ഒരു യാത്രയാണ്. ഞങ്ങൾ ചെറുതായിട്ടൊന്ന് രണ്ട് ഇതിനെയൊക്കെ കണ്ടു. കരടിയെ കാണാൻ കഴിഞ്ഞില്ല. ഇനി തിരിച്ചു പോകുന്ന വഴിക്ക് കാണാൻ പറ്റിയാൽ ഓക്കെ. ഇവിടെ ഒരു ചെറിയൊരു ലേക്ക്, ഒരു ഡാമാന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ ഡാമുണ്ട്. നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല. ഞങ്ങളങ്ങനെ ഒന്നും വലുതായിട്ട് ഇവിടെ വന്നിട്ടില്ല. ആ,
പരിസരത്ത് വേറെ അവിടെ എവിടെയിലിട്ട് വണ്ടി തിരിച്ച് നമുക്ക് വയ്യ ഇച്ചിരി ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്തൊക്കെ തിരിച്ചു പോവാം അല്ലേ? നല്ല മരങ്ങളൊക്കെ കണ്ട, മാവ് ഒരുപാട് വർഷം പഴക്കമുള്ള. സുഹൃത്തുക്കളെ, ഈ യാത്രയുടെ ബാക്കി വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.